അതെ ഇപ്പം അമ്മാവൻ്റെ മറ്റേ എന്തോ ഗൂഗിളോ എന്തോ പേന്നോ അതിൽ നിന്ന് ഒരു 5000 രൂപ ക്ലീറ്റോൻ്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്. കിട്ടിയോ? ആ അത് നിങ്ങൾക്കല്ലേ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി പൈസ തേടാത്തത്. അമ്മാവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയാണ്. അത് വേഗം കൊണ്ട് അയച്ചതാ. വരുമ്പോൾ എടുത്തുകൊണ്ട് പോര്. അമ്മാവൻ്റെ ഗൂഗിൾ പേ നിങ്ങളോട് ആര് പറഞ്ഞു? പിന്നെ നടക്കും. ക്ലീറ്റോ മര്യാദക്ക് പൈസ 5000 രൂപ കൂടെ എത്തിച്ചേ ഇങ്ങോട്ട്. 500 റുപ്യ അവിടെ തോട്ടെ. അവനെന്താ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു. 500 അവനോട് എടുത്തോളാൻ പറ. എന്നാ 500 രൂപ എടുത്തിട്ട് ബാക്കി 4500 രൂപ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അത് ഫീസ് അടയ്ക്കാനുള്ളത്. അയ്യോടാ ക്ലീറ്റോ എന്ത് വർത്താനാ ക്ലീറ്റോ പറയണത്? എന്നാ വിവരം അറിയും. കേട്ടല്ലോ, മര്യാദക്ക് പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നോ. ദൈവമേ, എന്താടി അമ്മാവനോട് 500 രൂപ ചോദിച്ചായിരുന്നു രാവിലെ. അല്ല, എന്നോട് ചോദിച്ചില്ല. അവൻ മറ്റവരോടൊക്കെ ചോദിക്കണുണ്ടു. അപ്പൊ കൊടുക്കണമെന്ന് കരുതി. അപ്പൊ പിന്നെ ഏതായാലും ആവശ്യമുള്ള എടുത്തോട്ടെ. എടുത്തോട്ടെ. 5000 രൂപ മുഴുവൻ എടുത്ത് ചെലവാക്കിന്ന്. ആർക്കോ കൊടുത്തുന്ന്. അതെന്തിനെ? അമ്മാവന് 500 രൂപ ഇട്ടപ്പോഴത്തേന് 5000 തെറ്റി വന്നതായിരിക്കും എന്ന് വിചാരിച്ചെന്ന്. അങ്ങനെ തെറ്റി വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതന്നല്ലേ ഞാൻ ഈ പറയണത്. ഈ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? മര്യാദക്ക് പൈസ കൊടുത്തിട്ട് കുട്ടിക്ക് ഫീസ് അടച്ചോ. അമ്മ വിളിച്ചു പറ. നീ വിളിച്ചു പറ. അവൻ പറഞ്ഞാലേ ഇവൻ കുറച്ചെങ്കിലും ഒരു പേടി അവനേ ഉള്ളൂ. വിളിച്ചു പറയണ്ട്. കാനങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? പണി പാളി. അമ്മാവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5000 രൂപ വന്നില്ലേ? അത് അബദ്ധം പറ്റിയിട്ട് തന്നെയല്ല. മുത്തിൻ്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി തങ്കം പറഞ്ഞ് അമ്മാവനെ കൊണ്ട് ഇടിച്ചാണ്. ഇന്ന് ഫീസ് അടച്ചില്ലെങ്കിൽ അവർ ഓൺലൈൻ ക്ലാസ് കട്ടാവും മുത്തിൻ്റെ. ഇതിപ്പോൾ ഏതൊക്കെ രീതിയിൽ കഷ്ടകാലം വരണമെന്നോ. ഞാൻ ഇനി ഇതിപ്പോൾ 5000 രൂപ മറിച്ച് ഇനിയിപ്പോൾ ഫീസ് അടച്ചേ പറ്റുള്ളൂ. നിന്റെ മാമാരെ അങ്ങോട്ട് പോവാം. പോവാളിയാ അളിയാ, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊന്ന് അവിടെ ചെന്ന് പറ്റിയാൽ മതി, നമ്മൾ പൈസ കിട്ടൂല്ലേ. അവനാണ് ഒരു 1000 രൂപ മാറ്റിയിട്ട് നന്നായി. 5000 രൂപ അവന് കൊടുക്കാൻ നീ പറഞ്ഞല്ലേ. ഇനി അതും കൂടെ നീ വണ്ടി വിളി. അളിയ ഒന്ന് സമാനപ്പെടും. ഞാൻ ആ ബാപ്പുട്ടി ഒന്ന് വിളിക്കട്ടെ. ഗിരിജൻ ചേട്ടാ. ഗിരിജ എന്താ ചേട്ടാ നോക്കുന്നേ? അത് പിന്നെ ഞാനേ ഈ മുക്കുറ്റി തെരഞ്ഞിങ്ങനെ വന്നതാണ്. അതെ ചേട്ടാ, എന്താ അവിടെ ഒരു പൈസയുടെ പ്രശ്നം സംസാരിക്കുന്ന കേട്ടല്ലേ? അതൊന്നുമില്ല. അത് ഈ തങ്കത്തിനും മോൾക്കും കുറച്ച് കാശിന്റെ ആവശ്യം വന്നപ്പോഴേ അത് ചോദിച്ചപ്പോൾ കൊടുത്തതാ. അത് ഞാൻ നേരിട്ട് ബാങ്കിലിട്ട് കൊടുത്തെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എന്തൊരു പുതിയ സംവിധാനം ഉണ്ടല്ലോ, എന്താ ഈ ഗൂഗിൾ പേ. അത് അർജന്റ് ആയതുകൊണ്ട് അതുവഴി നമ്മുടെ മുത്ത് ഇതിന്ന് നേരെ ക്ലീറ്റോന്റെ ഫോണിലേക്ക് വിട്ടു. അവൻ എന്ത് കാട്ടി? ആ കാശ് എടുത്തിട്ട് അങ്ങോട്ട് തൊലച്ചു. മുക്കി അവൻ ആ കാശ്. അതെ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പൈസ ഉപയോഗിച്ചോളും. വയസ്സാം കാലത്തെ ഇച്ചിരി പൈസ കയ്യിലില്ലെങ്കിൽ ഒറ്റ ഒരുത്തനും നോക്കത്തില്ല. എനിക്കറിയാം. പിന്നെ അമ്മാവനോടൊരു ഇത്തിരിയെങ്കിലും പേടിയുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്യോ? ചുമ്മാതെ വില കളയാൻ നിൽക്കണ്ട. ആരുടെ? അങ്ങനെയൊന്നും എൻ്റെ വില കളയാൻ ആർക്കും പറ്റില്ല മോളെ. എൻ്റെ അടുത്ത് നിന്നൊക്കെ ആരെങ്കിലും കാശ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കാൻ എങ്ങനെയാന്ന് എനിക്കറിയാട്ടാ.